311 മുമ്പിലെ സഫ് പൂർത്തിയാകാണ്ട് വന്നാൽ കയറി വരുന്ന ആള് ഇടയിലേക്കൂടെ തിരികിയിട്ട് അവിടെ ഓൾസ അടക്കണം. അടുത്ത സഫ് കെട്ടിയവൻ കുറ്റക്കാരാണ്. അപ്പൊ എത്ര സഫ് മുറിച്ച് കിടക്കാം? അത് കിടക്കാൻ വേണ്ടിയിട്ട് ഒന്നാം സഫിൽ ഓട്ട കാണുന്നു, രണ്ടാം സഫുകാർ തെറ്റ്, മൂന്നാം സഫുകാർ തെറ്റ്, നാലും തെറ്റ്, ഇവൻ 9ാം സഫിലുള്ളവൻ. അപ്പൊ മുമ്പിലേ പോയിട്ട് അടക്കല. അല്ല, അടുത്ത ദൂരത്തിലുണ്ടെങ്കിൽ മാത്രം അടച്ചോ, അല്ലെങ്കിൽ അടക്കണ്ടെന്ന ഓട്ട അവിടെ ഉണ്ടായിക്കോട്ടെ എന്നാ ചിന്തിക്കറാ. എന്താ വേണ്ടി രണ്ട് സഫ് മാത്രം, അതിലുപരി ഉണ്ടെങ്കിൽ അവിടെ കിടന്നെടുത്ത് കിടന്നോട്ടെ, ഇങ്ങനെ നോക്കണ്ട, നെവർ മൈൻഡ്. രണ്ട് സഫയെ മുറിച്ച് കിടക്കാൻ പറ്റുള്ളൂ. അസ്നവി അത് കൊണ്ടുവന്നത് ആരെ തൊട്ട? എത്രയോ പണ്ഡിതന്മാരെ ഇഷ്ടം വായിച്ചു. ഇവർ പറഞ്ഞ നോക്ക്, 9ാം സഫിലുള്ള ആള് 1ാം സഫിലേക്ക് പോകണം എന്നല്ല പോലും, രണ്ട് സഫയെ വെറുക്കപ്പെടും ഒട്ടടക്കാൻ വേണ്ടിയിട്ട്. പണ്ഡിതന്മാർ അത് സ്റ്റേ ചെയ്തു. അസ്നവി ഇൽതബസഹലിഹി, അവരുടെ മേലെ എന്തായിപ്പോയി? അത്തുമുത്തുവായിപ്പോയതാണത്. ഏതുമായിട്ട്? ഈ മസലത്തി തഹത്തി, കടന്നു വെക്കുന്ന മസലയില്ലേ, തഹത്തി 474 തഹത്തി നോക്ക്, തഹത്തി മസല ജുമാന്റെ കടന്നു വെക്കുന്നേ. കടന്നു വെക്കലു ഈ ഓട്ടടക്കാൻ പോക്കലു അല്ല. കടന്നു വെക്കൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും ആയിട്ടില്ല. നിസ്കാരം വയ്യേ തുടങ്ങലേ 474 വർക്ക്, ആ 474 അതുമായിട്ട് ഇൽത്തിവാസായി പോയതാണ്. എന്താക്കലല്ലേ, വലിയാക്ക് വരെ ഇങ്ങനെ 474 വായിക്കുന്നു. എത്ര എത്ര കണ്ട കടന്നു വെച്ചിട്ട് മുന്നോട്ട് പോകുമ്പോ 2 സഫയെ അനുവദിക്കുള്ളൂ പോലും പറ്റൂല. ആ ജുമാക്ക് പറഞ്ഞ മസലയോട് ഖിയാസാക്കിയിട്ട് എവിടെയും പറഞ്ഞ് നോക്കുമ്പോഴേക്ക് ഇവിടെ എവിടെയും മേഖല വ്യത്യാസമാണ്. തിരിഞ്ഞ നോക്ക്, സഫിൽ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് പോലും, മുമ്പിലൊരു ഒഴിവ് കാണുന്നുണ്ട്. കടന്നു വെച്ചിട്ട് അവിടെ പോയി ഇരിക്കണ്ടെങ്കിൽ 2 സഫയെ പറ്റുള്ളൂ. തഹത്തിയാണ്, അതുമായിട്ട് ഇൽത്തിവാസായി പോയതാണ്. ആയിരിക്കും ഏതോടുകൂടി ഈ മസലയും തഹത്തി മസലയും എത്ര മാറ്റമുണ്ട്? എന്താ മാറ്റം? അവർ ആരി ജുമാക്ക് ഇരിക്കുന്ന ആള് ഇലല്ലാന ഇപ്പോഴും നിസ്കാരത്തിനായിട്ട് ഇന്ത്യയിലല്ലേ ഇന്ന്. തക്സീറും അപ്പൊ മുമ്പിലോട്ട് അടിച്ചിട്ടില്ല, ബേക്കിലോട്ട് അടിച്ചിട്ടില്ല. എന്ത് തക്സീറാ ഉള്ളത്? ഉണ്ടാ എന്ത്? അത് ഒഴിവ് കണ്ടാലും കയറിയിരുന്നോ. പക്ഷെ 2 സഫ് മാപ്പ് അധികം കൊടുക്കോ? ഓരോരുത്തർ ഫാൾട്ട് അധികമൊന്നുമില്ല, ഒരു നിൽക്കുമ്പോ ശരിയാക്കൂ. ഇപ്പൊ എന്തേ പറ, തക്സീർ എന്നല്ലേ ഇല്ലത്ത് പറഞ്ഞത്? ഒരു വിടവ് വന്നുപോയി, ഒരു വിടവ് പുതുതായി വന്നു. എന്നാലും അങ്ങോട്ട് പോയൊന്നും വേണ്ട, അകാണ്ടായിക്കോട്ടെ. ഒന്ന് പറഞ്ഞിട്ട് എടുത്താൻ പോയി പോലും, അല്ലെ തുപ്പാൻ പോയി പോലും ഒരാള്. ഒന്നും ഞമ്മ മെനക്കെടണ ശരിക്കും ഭംഗിയായിന്ന്. എന്നിട്ട് എന്തോ ഛർദിക്കാൻ മുട്ടിച്ചു എന്തോ പോയിന് പോലും. ഞമ്മ ഒന്നും മൈൻഡാക്കണ്ട, ഇല്ല ഒന്നുമില്ല. ഓനെന്നെ തിരിച്ചു വന്നേക്കും ചിലപ്പോ. ബഹുമത്തമൽ അങ്ങനെ തന്നെയല്ലേ മസല. സ്ഥലം കിട്ടുന്നില്ലെങ്കിലോ ആളെ വിളിച്ച് താക്കലില്ലേ? പറഞ്ഞു സാറവായ
നിസ്കാരത്തിന്റെ മധ്യത്തിൽ എന്തായി? ഇത് സഫ് കെട്ടുമ്പോൾ മാത്രമൊന്നുമല്ല, നിസ്കാരത്തിന്റെ മധ്യത്തിൽ ഒറ്റക്കായി പോയി. എന്നാ എംബഗിയാൻ യജുറ ശക്സൻ എന്താ ഇത് തുടക്കത്തിൽ മാത്രല്ല, ഇത് നമ്മൾ സഫിൽ നിന്നുകൊണ്ടിരിക്കുമ്പോ ഒരാൾ കീഞ്ഞങ്ങ് പാഞ്ഞ് നമ്മ ഇപ്പൊ ഒറ്റക്കായി. എന്നാ മുമ്പിലെ സഫിൽ നിന്ന് ഒരാളെ വിളിക്കണ്ടേ? മുമ്പിലത്തെ രണ്ടിനേക്കാൾ ആളധികം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ വിളിച്ചിട്ട് പറയില്ല, അവിടെ ഒന്നായി പോവില്ലേ? തിരിഞ്ഞില്ലേ? അത് ഇബ്തിദായും കണക്കന്നെ അസനായും കണക്കന്നെ അല്ലേ? വലിക്കണം, സുന്നത്താണത്. അപ്പം വലിയാളെങ്ങനെ വിളിക്കല് എന്നൊന്നും നോക്കിയേക്കണ്ട. വലിയാളല്ലേ, ഉസ്താദല്ലേ, മുത്താഫല്ലേ? ഇന്നലെ അസു വലിക്കാണ്ട് ഇങ്ങനെ നിന്ന് ഞാൻ ചോദിക്കുന്നത് വലിക്ക് എല്ലാം ഓരെല്ലാം നമ്മൾ കളിക്കാൻ പറ്റും. വലിക്കണം. ഈ ഖബരിൻ ഒരു ഹദീസിന് വേണ്ടി അമൽ ചെയ്യാൻ പറ്റിയതാണ്. ബഹു ഹദീസ് വായിക്ക്. അയ്യുഹൽ മുസല്ലി അല്ലാതെ നിനക്ക് സഫിൽ തന്നെ തിരികെ കയറി കൂടായിരുന്നോ? സഫി അല്ലെങ്കിൽ മുമ്പിലെ സഫിൽ നിന്ന് ഒരാളെ വലിച്ചിട്ട് നിന്റെ കൂടെ ചേർത്തൂടെ? ഫൈസല്യമേക്ക നിസ്കാരം മാറ്റി നമസ്കരിക്കും. നിന്റെ നമസ്കാരം എന്തിനാ കൊള്ളൽ? വൈഹഖിയിലുണ്ട്, തബറാനിയിലുണ്ട്. മടക്കി നമസ്കരിക്കാൻ പറഞ്ഞത് നമസ്കാരം കണ്ടീഷൻ കുറഞ്ഞോണ്ട്, ബാത്തിലായോണ്ടല്ല. വേണ്ട പോലെ ഫളായിൽ നേടിയിട്ടില്ല, അതുകൊണ്ട് ഫ്രഷ്നെസ് ആയിട്ടൊന്നും കൂടെ നിസ്കരിച്ചോ, സുലൂബായിട്ടില്ല. എല്ലാം നമസ്കാരം ബാത്തിലാണെന്ന് തോന്നില്ലേ, അതുകൊണ്ട് മാറ്റൽ സുന്നത്ത്. ഒറ്റക്ക് നിന്നാല് من فرضهم ذلك في من لم يجد فرجة പറ ويؤخذ من فرضهم ذلك എപ്പാന്ന് വിളിക്കാൻ പറഞ്ഞത്? ഫീമൻ ലം യജിദ് ഫുർജത്തൻ, ഫുർജത്തിന് എത്തിച്ചിട്ടില്ലെങ്കിൽ ഫുർജത്തിന് എത്തിക്കാതെ ആളല്ലേ ആളെ വലിച്ചതാക്കേണ്ടത്. ഫുർജത്തുണ്ടെങ്കിൽ ആ ഫുർജത്ത് ഉപയോഗപ്പെടുത്തലേ വേണ്ടി. ഹുർമത്തുഹു അലാ മവജദഹ ലിതഫ്വീതിഹി അൽ ഫളീലത അലൽ ഗൈരി മിൻ ഗൈരി ഉദ്രി. അത് പറ്റൂലല്ല, വലിച്ചതാക്കാൻ പറ്റോ? ഇല്ല. ഇവൻ അങ്ങോട്ട് പോയല്ലേ വേണ്ടി. ആരെയാ വലിക്കേണ്ടത്? ശഖ്സൻ, ഒരു വ്യക്തിയെ. മിൻഹു മുമ്പിലെ സഫിൽ നിന്ന്, കുറേ മുമ്പിലല്ല, തൊട്ട് മുമ്പിലുള്ള സഫിൽ നിന്ന് വലിക്കണം. ഹുർറൻ ലാകിന്നൻ, അടിമനെ വലിച്ചേക്കണ്ട, ഉത്തരവാദിയാവും. എന്തെങ്കിലും പറ്റിപ്പോയി നമ്മ കയ്യേറിയുന്നാവും. അടിമ എന്ന് പറഞ്ഞാൽ ജന്തുവിന്റെ സ്ഥാനേ ഉള്ളൂ. മാലിക്ക് ചോദിക്കാൻ വരും. സ്വന്തം നിലനിൽപ്പില്ലാത്ത ആളാന്നാല് കിന്നെ കൊണ്ട് കിന്നിനെ വിളിക്കണ്ട. എന്തേ? ഇവര് ആധിപത്യം സ്ഥാപിച്ചാൽ ഇവരുത്തരവാദിയാവും. ഇവനാണ് എന്റെ അടിമയെ ആക്രമിച്ചത് എന്ന് പറഞ്ഞൊരു ബില്ല് വരും. യുഅലമു മിൻഹു ബിഖറാഇനി അഹ്വാലിഹി അന്നഹു യുതിഉ. ബോധ്യപ്പെട്ടാൽ മാത്രം, അവന്റെ കളി കണ്ടിട്ട് ഭരിച്ചാൽ നമ്മൾക്ക് ഒത്ത് അവൻ താഴ്ന്നു തരും എന്ന് തോന്നിയാലേ വലിക്കണ്ടു. വലിക്കുമ്പോൾ നോട്ട് കാട്ടിങ്ങനെ വലിക്കും തോറും പിന്നെ കമ്പിക്ക് തൊട്ട പോലെ ഉണ്ടാവും. വരൂല എന്നാ വലിക്കണ ഇല്ല. ഓൻ മനസ്സിലാക്കിയിട്ട് വരുമെന്ന് അറിഞ്ഞവർ മാത്രമേ വലിക്കണ്ടു. ഇല്ല അങ്ങനല്ല. ഇല്ല ആകുന്ന പോലെ അതെന്നെ വലിക്കലപ്പോ വേദല്ലേ ലാഹബിലോ മുമ്പേ വിളിക്കാൻ പറ്റോ? അന്നേരം ഓനിക്ക് കറാത്ത് വരില്ലേ? ഇവന് ഏറാൻ കെട്ടിയ ശേഷമല്ലേ മറ്റവനെ ഉപയോഗപ്പെടുത്താവൂ. ഏറാൻ കെട്ടുന്നതിന് മുമ്പ് വിളിക്കലെന്താ? കമാഫി അൽ കിഫായ എവിടെ ഉണ്ട്? ബൽ ഫി അസ്ലി കൗനിൽ ജസ്ബി ബഅദൽ ഇഹ്റാം ലഅന്നഹു ഇദാ അഹ്റമ മുൻഫരിദൻ ലാ തൻഖിദു സലാത്തുഹു ഇൻദൽ മുഖലിഫീൻ. എന്താ പറഞ്ഞേ? ബൽ ഫി അസ്ലി കൗനിൽ ജസ്ബി ഫയഹ്റമു അലൈഹി അൽകൻ കബലിനു ഹറാമാണ്. കമാ ഫിൽ കിഫായ
വൈൻ നൂസിയ ഫീഹി ഹറാമുണ്ട് എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? എല്ലാവരും അനുവദിച്ചതൊന്നും അല്ല അത്. ഹറാമൊന്നും ഇല്ല എന്നെല്ലാം പറയും, ഒച്ചപ്പാടാക്കിയിട്ടുണ്ട്. ബൽ ഫി അസ്ലി കൗനിൽ ജദ്ബി ബഅദൽ ഇഹ്റാമി ബിഅന്നഹു ഇദാ ഹറമ മുൻഫരിദൻ ലാ തൻഖിദു സലാത്തുഹു ഇൻദൽ മുഖാലിഫീൻ വഫീഹി നദറുൻ. എന്താ പറഞ്ഞ? നൂസിയ ഫീഹി ബൽ ബൽ ഫീഹി ബൽ ഫി അസ്ലി കൗനിൽ ജദ്ബി എന്താണ്? ജസ്ബ് ആവൽ അസ്ലാവുന്നതിൽ ബൽ ഫി അസ്ലി കൗനിൽ ജദ്ബി ബഅദൽ ഇഹ്റാം എന്താണ്? ഇഹ്റാമിന് ശേഷം വലിക്കുന്നില്ലേ, അതിനെന്നെ അടിസ്ഥാനം ഇല്ല എന്നാ പറയും. ഇതിന് മാത്രമല്ല, അതിന്റെ അസ്ലിൽ തന്നെ തർക്കിക്കപ്പെട്ടിട്ടുണ്ട്. എന്താ തർക്കം? ബിഅന്നഹു ആ ഇദാ ഹറമ മുൻഫരിദൻ, ഇവൻ മുൻഫരിദായിട്ട് കെട്ടണ്ടേ ആദ്യോ? ഇവൻ മുൻഫരിദായിട്ട് കെട്ടിയാൽ ഇവന്റെ നിസ്കാരം സ്വയ്യ, സഫിലൊറ്റക്ക് നിൽക്കാൻ പാടില്ല പറഞ്ഞ അവിടെ അനുസരിച്ച് ഇവനിക്ക് നിസ്കാരം ഉണ്ടാ? മുന്നേക്ക് തന്നെ ആയിട്ടില്ല. പിന്നെ ഇതിനെ വിളിക്കുന്നു, ആദ്യം തന്നെ വിളിക്കണ്ടേ? തിരിഞ്ഞില്ലേ? ഇവിടെ എന്താ ഫായിദ വരത്ത്? ഏറാൻ കെട്ടിയ ശേഷം വിളിച്ച ഇവന്റെ ഏറാമായിട്ട് വലിക്കോ? ആ നിസായിൽ എന്തുണ്ട്? അങ്ങനത്തെ നിസായൊന്നും വേണ്ട, ഐക്യകണ്ഠേനെ അംഗീകരിക്കേണ്ടത് തന്നെയാണ്. ഇങ്ങനത്തെ ഈ പിഷ്കത്തരൊന്നും പറയാൻ പാടില്ല, നിസായൊന്നും വേണ്ട. ഇങ്ങനെ മസല ഫൈനൽ ഫർള സങ്കല്പം അന്നഹു ലം യജിദ് ഫുർജതൻ ഫി സഫി, അവനെ എവിടെ സ്ഥലം കിട്ടിയിട്ടില്ല. ഫലാ തഖ്സീറ മിൻഹു, അപ്പൊ ഇവനിക്ക് തഖ്സീർ ഇല്ല. യഖ്തദി ബുത്ലാന സലാത്തിഹി, നിസ്കാരം തന്നെ മുന്നക്കിതായിട്ടില്ല എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല. ഇന്ത മുഖാലിഫീങ്ങളുടെ അടുത്ത് പോലും സഫിൽ ഒറ്റക്ക് നിന്ന് കൈ കെട്ടിയാൽ പറ്റൂല എന്ന് പറഞ്ഞത് ചാൻസ് കിട്ടിയിട്ട് ഒറ്റക്ക് നിന്നതാ. അങ്ങനെ മുഖാലഫത്തുള്ളൂ. ഇങ്ങനെ മുഖാലഫത്ത് ഉണ്ടാ? ഏതെങ്കിലും നിലക്ക് ഒറ്റക്ക് കയറാൻ കെട്ടിയാൽ പറ്റൂല, അങ്ങനെ ഉണ്ടാ? ഗതിയില്ലെങ്കിൽ ഇല്ല, അവരടുത്തും ഇല്ല. അപ്പൊ അങ്ങനെ പറയാനൊന്നുമില്ല. ബൽഫി അസ്ലി കൗനിൽ ജദ്ബി ബഅദൽ ഇഹ്റാമി എന്ന് പറഞ്ഞില്ലേ നിസായ്, ആ നിസാ അങ്ങനെ വരൂല. ആദ്യത്തെ നിസായുണ്ട് ബൽഫി അസ്ലി കൗനിൽ ജദ്ബി, അവിടെ അവിടെ എന്ത് വരൂല? പറഞ്ഞിട്ട് നിസാക്കാൻ വേണ്ട. അതെ, കാരണം അവരെടുക്കല് പോലും ഇങ്ങനെ തക്സീറൊന്നും ഇല്ലെങ്കിൽ ബുദ്ധിരാനൊന്നുമില്ല. ഇല്ല ഇല്ല. മദാലിക ഏറാൻ കെട്ടുന്നതിന് മുമ്പ് ഒരിക്കൽ എന്താണ് ഹറാമാണ് എന്ന് മസല പറയാൻ കാരണം ഓനെ ഇടങ്ങേറാക്കലായില്ലേ? ഇവൻ കൈ കെട്ടുന്നത് വരെയും ഓനെ മുൻഫരിദാക്കി സഫിൽ കറാഹത്ത് നേടിക്കൊടുക്കലാവൂലേ? നല്ല സ്ഥലത്ത് നിന്ന് വലിച്ചിട്ട് വിളിക്കപ്പെട്ടവനെ. അതുകൊണ്ടാണ് പറ്റാത്തത്. ബഅദൽ ഇഹ്റാമിയെ പറ്റുള്ളൂ എന്ന് പറയാൻ കാരണം എന്ത്? വേണ്ട വേണ്ട, ഇവരുടെ ഉത്തരവാദിത്തം ഇല്ല. പിന്നെ ഏത് സമയാകാണ്ട് വിളിക്കാൻ പാടില്ലല്ലോ. സമയാകാണ്ട് വിളിക്കാനേ പാടില്ലല്ലോ അല്ലേ? അങ്ങനെ ഉണ്ടാ? ചെറുവാനി 10 എന്താ പറയുന്നത്? 10 ശരി, 311 സിമ്മ 2 അതിലെന്താ ഉള്ളത്? അതിലെന്തോ ഉണ്ട് പോലും. ഹൽ യുഖാലിഫു ഹാദാ മാ മറ അല്ലാഹി കലാമിഹിം ഔല. എല്ലാ കുട്ടികൾ ഒരു സഫ് രൂപീകരിക്കുന്ന പറഞ്ഞിട്ടില്ലേ? തട്ടി 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 ഒപ്പിക്കേണ്ടതൊന്നും ഇല്ല, ഇടുന്ന പുതിയ രൂപീകരിച്ചോ? അതിനോട് എതിരാകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്തേ? വഹാദാ സരീം ഫി അന്നൽ ഇസ്തിഫാഫ മഅ ഇബ്ഖാഇ സഅത്തിൽ മദ്കൂറത്തി മക്റൂഹ് 306 അല്ലേ? അങ്ങനെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. കുട്ടികളെ തിരികെ കയറ്റാനൊന്നും വേണ്ട, പുതിയ സഫ് രൂപീകരിച്ചോളി പറഞ്ഞിട്ടില്ലേ? അങ്ങനത്തെ ഒരു ചോദ്യം. തിരികെ കയറ്റണ്ട. അപ്പൊ തിരികെ മാർഗം ഉണ്ടെങ്കിൽ പുതിയ രൂപീകരിച്ചുണ്ടാന്നല്ലേ 306 പറഞ്ഞത്. അതായത് കൂട്ടിയടിക്കുന്നത്. അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അതെന്നെ ചോദിക്കുന്നു.
ഷെർവാനിയിലുണ്ടത്. ഹൽ യുഖാലിഫു ഹാദാ മാ ഖദ്ദംനാ അൻ ളാഹിരി കലാമിഹിം ഔലാ ലിഅന്ന ദാക ഖാസും ബിസിബിയാൻ വഹാദാ ലിഗൈരിഹിം. എന്തുകൊണ്ട് ശരീഅൻ ഫി അന്നൽ ഇസ്തിഫാഫമായ ബിഖായി സയത്തിൽ മദ്കുറത്തി മക്റൂൻ ഇങ്ങനെ തന്നെ പറഞ്ഞതല്ലേ. അതുമായി കുട്ടിയടിക്കുന്നത്. പിന്നെ ഇനി എന്താ മസലമാണ് ഇതിൽ നിന്ന് കിട്ടി ഹുർമത്തു അയ്യൻ പാടില്ല എന്ന് പറഞ്ഞത് ഹുർമത്ത് തന്നെ വായിക്കാന്നാണ്. ഫീമാ ലൗലം യകും ഫി സഫിൽ ലദി യജുറു മിൻഹു ഇല്ലസ്നാനി. പറയും മുന്നിലേത്തെ സഫിൽ രണ്ടാളേ ഉള്ളൂ, ഇവനൊറ്റക്കും വന്ന് അന്നേരവും വലിക്കൽ ഹറാമാണ്. ഇവന്റെ സഫ് നന്നാക്കലും ആദ്യത്തെ സഫ് തകർക്കലും ആവൂലേ? ഇവന്റെ മുമ്പിലത്തെ സഫിൽ ടോട്ടൽ രണ്ടാളേ ഉള്ളൂ. ഇവൻ ഒരു സഫ് രൂപീകരിച്ച് എന്നിട്ട് രണ്ടിൽ നിന്ന് ഒരാളെ വലിക്കുന്നു. അപ്പൊ രണ്ടിൽ ഉപരി ഉണ്ടെങ്കിലേ വലിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് മോശമാവില്ലേ? ശരിയായില്ലേ? സ്വാർത്ഥ കാര്യം നേടലും ആരാന്റെ മേലെ ബുദ്ധിമുട്ട് വെച്ച് കേട്ടല്ലോ അല്ലേ അല്ലേ? എടെ സഫിൽ രണ്ടാള് ഉണ്ടായിരിക്കുമ്പോൾ അവന് തിരികെ കയറാൻ സാധിക്കുമെങ്കിലോ, തിരികെ കയറാൻ കഴിയുമെങ്കിലോ, കേറിയിട്ട് ബഹുന എന്ന് പറഞ്ഞാൽ രണ്ടാളേ ഉള്ളൂ, മൂന്നാമത്തെ ഒരാൾ വന്ന് കേട്ട് മനസ്സിലാക്കി രണ്ടാളെ ഇടുള്ളൂ, ആടെ നിൽക്കാൻ സ്ഥലമില്ല, വെഹിക്കിൾ നിന്നാൽ എന്താവും? ഒറ്റക്കാവും, ഇവിടുന്ന് വലിക്കാനും കഴിയൂല. ആ സമയത്ത് ഇമാമിന്റെ വെള്ളക്ക് പോയി അങ്ങനെ ഇമാമിന്റെ അടുത്ത് നിന്ന ആളായി. വേണ്ട മലഹു മലഹു ഇമാമിന് ജായിസാണ് ഇൻ വസിയഹുമ മകാനുഹു ജറുഹുമ ഇലൈഹി. പറയും ഇമാമിന്റെ അപ്പുറം ഒന്നിച്ചിരിക്കണമെന്നല്ലേ കിട്ടുന്നത്? ഒറ്റക്ക് തന്നെ ആവൂലേ? ഒറ്റക്ക് എന്ന് പറഞ്ഞാൽ മുസാവാത്താകാൻ പറ്റില്ല. അന്നേരം മുസാവാത്താകുമ്പോ വലഹൂയിൻ വസിയഹുമാ മക്കാനുഹു, സ്ഥലം മതിയാകുമെങ്കിൽ ഇമാമ് ചെയ്യേണ്ടത് ജറുഹുമാ ഇലൈഹി, ജറുഹുമാ ഇലൈഹി. എന്താ മുമ്പോട്ട് ഇങ്ങനെ വലഹു ഇൻ വസിയഹുമാ മക്കാനുഹു. എന്താണ് വിളിച്ചിട്ട് എത്തിപ്പിക്കാൻ. എന്നാല് ജറുഹുമാ ഇലൈഹി എല്ലാവരും കൂടെ ഒരു സപ്പായില്ലേ? ഇമാമം നോക്കുന്നില്ലേ? പണ്ട് ഇമാമ മുന്നോട്ട് കയറി നിൽക്കണമെന്ന് പറഞ്ഞ ഒരു മസാലയില്ലേ 305 അതുപോലത്തെ മസാലയാ പറയുന്നു. രണ്ടാളും നിന്നിട്ട് ഇടത്തും വലത്തുമായി, പിന്നെന്ത് വേണം? ഇവർ രണ്ടാളും താണ് നിൽക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? അതല്ലെങ്കിൽ ഇമാമ മുന്നോട്ട് പോയാൽ മതി. അതേപോലെ ഇതാ പറയും അതിന്റെ അക്സ്. ഇപ്പൊ എന്താ ഒരാൾക്ക് വന്ന അയാൾക്ക് നിൽക്കാൻ സ്ഥലമില്ല. എന്നാല് ഇമാമിന്റെ അപ്പുറം പോയിട്ട് നോക്കണം. ഈ ഒരാളുണ്ട്, മറ്റേ രണ്ടാളെയും കൂടെ വലിക്കാൻ ഇങ്ങോട്ടേക്ക് മുമ്പോട്ടേക്ക്. അപ്പൊ എന്തായി? ഒറ്റ സഫായില്ലേ? അങ്ങനെ ചെയ്താൽ മുമ്പോട്ട് പോണം. വേണ്ട, സ്ഥലം മതിയാകുന്നു. ഇങ്ങനെ സഫിൽ നിന്ന് കൊടുക്കാനാണ് വലിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനടിയായി എന്ത് വേണം? എന്ത് വേണം? എന്താ വേണ്ടി? സഹായിക്കൽ എന്തുണ്ട്? സഹായിക്കൽ സുന്നത്തുണ്ട് കേട്ടാ. ഒരു ഖൈറിന് വേണ്ടി സഹായിക്കലില്ലേ? ഒരു ഗുണത്തിന് വേണ്ടിയല്ലേ? അപ്പൊ ഇവനിങ്ങനെ ദാഹിച്ചിട്ടാണ് എന്നെ വലിക്കുന്നത് കണ്ടറിഞ്ഞിട്ട് ഇവർ മയങ്ങ് ചെയ്യണ്ടേ? അങ്ങോട്ട് കാണിക്കല
ഓനിക്ക് ഓൻ്റെ കൂലിയിൽ നിന്നൊന്നും കുറക്കൂല. മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി ഓൻ ലീവ് എടുത്തു പോയതല്ലേ. ലിയന്നഹു ലം യഖ്റുജു മിൻഹു ഇല്ലാ ലിയുദ്രി. എന്താ അവൻ പോയിട്ടില്ല ഇല്ലാ ലിയുദ്രി. മുസന്നിക്ക് വേണ്ടിയിട്ടല്ലാതെ പോയിട്ടില്ലല്ലോ. ഇല്ല അല്ലേ? ഒന്നാം സഫിന്റെ കൂലി ഒന്നും നോക്കണ്ട, ഒന്നും നോക്കണ്ട. ആളെ സഹായിക്കാൻ പോകും. ഈ വലത്തെ സൈഡിലെ ആളെ വിളിക്കണമെന്നുണ്ടോ? എന്താണ് ഈ ഒറ്റക്ക് വന്ന് നിന്നാള് എന്റെ വലത്തിലെ ആളെ വിളിക്കണം? ഇല്ല, അങ്ങനത്തെ കണക്കൊന്നും ഇല്ലല്ലോ. ആരെയും പോയിട്ട് ആരെ വിളിക്കാം. ഇനി ഇന്ത്യക്കാലത്തിന്റെ അടുത്ത നിയമം വൈസ്തറത്തു ഇൽമുഹു, മഅ്മൂമ് അറിയണം ഇമാം അടത്തി എങ്ങനെ ഉണ്ട് എന്നെല്ലാം കൂടാ. അതുകൊണ്ടല്ലേ മേലെ നിൽക്കുന്ന കണ്ണാടി പൊട്ടിക്കുന്നു. ഒരു ശബ്ദം കേട്ടാലൊന്നും പോരാ, ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയണ്ടേ. കറണ്ട് പോയാൽ പിന്നെ ശബ്ദം കേൾക്കോ? വെറും മൈക്കും വിശ്വസിച്ച് പണിയെടുക്കാൻ പറ്റോ? ഒരിക്കലും സൈലന്റ് ആയി പോകും. ഇമാമിന്റെ ഗതി വിഗതികൾ അറിയണ്ടേ മഅ്മൂമ്. പാറാദബിൽ ഇൽമി, ഇൽമ് എന്ന് പറഞ്ഞാൽ പരിപൂർണ ബോധ്യം എന്നല്ല ഇവിടെ അർത്ഥം. മുബല്ലിഗ് ഒച്ചയാക്കിയാലും എന്തേ ആവുള്ളൂ? തന്നല്ലേ ആവുള്ളൂ. മുബല്ലിഗിനും നിയമമുണ്ട്. ഓ ശബ്ദം കൂട്ടുമ്പോ ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടിയാണെന്ന് നീയത്ത് വെച്ചൂടാ. നിസ്കാരം പാത്തിലായി പോകും. മുബല്ലിഗ് നിസ്കാരത്തിലുള്ള ആളെന്നെ ആണോന്ന് അങ്ങനെ ഇല്ല. മുബല്ലിഗിന് എങ്ങനെ നിയമം ഉണ്ടാ? എന്തായാലും മതി. ഇവിടെ കേൾപ്പിക്കലേ മുറാദുള്ളൂ. ഇന്ത്യക്കാലത്തിൽ ഇമാമി എന്താണ് മുത്താബഅത്തിഹി, എന്തിന് സൗകര്യപ്പെടാൻ വേണ്ടി? മുത്താബഅത്ത് സൗകര്യപ്പെടാൻ വേണ്ടി. എന്താ വേണ്ടി? മുബല്ലിഗിന്റെ ശബ്ദം കേൾക്കണം. ബിയൻ ബിയൻ എന്ന് പറഞ്ഞാൽ കായ്യറാഹു തംസീൽ. കാരണം അഫ്രാദ് കുറേ ഉണ്ട്. ഇതൊന്നല്ല. ഒന്നിക്കിൽ ഡയറക്റ്റ് ആരെ കാണുക? നേരെ ഹനഫി മദ്ഹബിലുണ്ടല്ലോ മുബല്ലിഗ് മുസല്ലി ആയിരിക്കൽ ചെറുത്താണ്, അല്ലെങ്കിൽ മുബല്ലിഗായിട്ട് എണ്ണൂല പോലും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വേണ്ട ഔ യറാ ബഅദ സഫിൻ മിനൽ മുഖ്തദീന ബിഹി, ഇതേ ഇമാമിനെ തുടർന്ന സഫിൽ നിന്ന് അല്പം ആളെ കണ്ടാൽ മതി, എല്ലാവരും ഒന്നും കാണണമെന്നൊന്നുമില്ല. ഔ വാഹിദൻ മിൻഹു, സഫിൽ നിന്ന് കുറെ ആളൊന്നുമില്ല, ഒരാളെ കണ്ടാലും പോരെ. വൈലം യകും ഫീ സഫിൻ, ഓന് ഇതേ സഫിൽ ഉണ്ടായിരിക്കണമെന്നുണ്ടാ? ഇല്ല. മുബല്ലിഗും തന്നെ വൈലം യകുൻ മുസല്ലിയൻ നിഹായ ഇയാബി വസഹീഹു ഇൻദൽ ഹനഫിയ്യത്തി ഇസ്തിറാത്ത് കൗനിഹി മുസല്ലിയൻ. മുബല്ലിഗാരായിരിക്കണം. ആ അതെ. കണ്ടാ? ബിശർത്തി കൗനി ഔ യസ്മഅ മുബല്ലിഗൻ ബിശർത്തി കൗനിഹി സിഖതൻ. സിഖത്താണ്ടേ മുബല്ലിഗ്? സിഖത്താണോ എന്നാര് പറഞ്ഞു? കമാ ഖാലഹു ജമ്മു മുതഖദ്ദിമൂന, ശൈഖാനിക്ക് മുമ്പുള്ളവർ പറഞ്ഞിട്ടുണ്ട്. എന്താകണം? മുതഅഖിറൂന ഐ അദില റിവായത്തിൻ, ഹദീസ് റിവായത്ത് ചെയ്യാൻ മാത്രമുള്ള കഴിവ്, സാക്ഷിക്ക് കൊള്ളുന്ന ആളാണ്. അങ്ങനെ ഒരു നിയമം. അങ്ങനെ നിങ്ങൾ എടുത്ത ആളെ കിട്ടല് മസബ്രവിയിൽ പറഞ്ഞ പോലെയാ. എന്നെ കൈറഹു, ഒന്നിനും കൊള്ളാത്ത ആള്. ലാ യുഖ്ബലു ഇഖ്ബാറുഹു, ഒന്നിനും കൊള്ളാതെ ആളെ വാക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റോ? വെറുതെ അല്ലാഹു അക്ബർ നാക്കി കൊള്ളാതെ തെമ്മാടി ഓന്റെ വാക്ക് കേട്ടിട്ട് നമുക്ക് എങ്ങനെ അടുത്ത ഫർദിലേക്ക് പോക്ക്? ഇമാമിനെയും കാണുന്നില്ല, സഫും കാണുന്നില്ല. ഇവന്റെ ഒച്ച കേട്ടിട്ടായ നീങ്ങുന്നു. ഇവൻ കൊള്ളരുതാത്തവനാണെന്നെങ്കിൽ നമുക്ക് ആസ്പദാക്കാൻ പറ്റോ? ഉണ്ടെങ്കിൽ പറ്റൂ. നോമ്പിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? എന്ത് തന്നെ ആയാലും മറ 1:115 നോക്ക്. ഖബൂലി ഇഖ്ബാലിൽ ഫാസിഖി അം ഫീലി നഫ്സിഹി 1:115. ഒരു വെള്ളം കൊണ്ടിട്ട് പറഞ്ഞു ഇജ്തിഹാദ് ചെയ്യുന്ന 2 പാത്രമുണ്ട്, ഏതാ നജസും തിരിയുന്നില്ല. അന്നേരം ഒരു തമ്മാടി വന്നിട്ട് പറഞ്ഞ് ഞാൻ ഇതിൽ പാത്തിയിട്ടുണ്ട് എന്ന്. എൻ്റെ മൂത്രം പൊന്തിയിട്ട് കാണുന്നില്ല. ഒന്നിനും കൊള്ളാതെ തമ്മാടി കാട്ടുകള്ളം പറഞ്ഞു പോലും. എന്നാൽ നമുക്ക് തെളിവായി പോലും അതാതാണ് ചെയ്തതാ പറഞ്ഞത്. ഇതിൽ നജസുണ്ട് എന്നല്ല പറഞ്ഞത്, ഞാൻ ഇതിൽ മൂത്രം ഒഴിച്ചിട്ടുണ്ട് എന്നാ. 1:115. മറിച്ചോ എന്തേ
ولو أخبر بتنجسه مقبول الرواية അതെ റിവായത്ത് സ്വീകരിക്കാൻ وهو പറ്റുന്ന ആള് المكلف العدل ولو امرأة وقنا അതെ ആരായാലും വേണ്ടിയില്ല نفسها وعدل آخر അതാളെ കാര്യല്ലേ അതാള് പറഞ്ഞത് എന്നിട്ട് فلا يكفي إخبار كافر وفاسق ومميز إلا إن بلغوا عدد التواتر أو أخبر كل عن فعله عن فعله അടയാളക്ക് സ്വന്തം നഫ്സിന് അതെ സ്വന്തം നഫ്സ് ചെയ്താല് ചെയ്തെന്ന് ഞാനാണ് മൂത്രയിച്ച ആള് ഇത് ഹലാക്കാക്കിയ ആള് എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തുണ്ട് കാഫിറോലും പറഞ്ഞാൽ കേൾക്കണം എന്ന് കണ്ടാ ഫയമുക്കിനുൽ ഖൗലു ബിനദീരിഹി ഹുനാ ഫിൽ ഇമാമി അപ്പോൾ ഇവിടെ അതേ പ്രശ്നം വരുന്നില്ല ഇല്ല ഇഫ്രഖ അല്ല വ്യത്യാസം പറയാ നീ എന്നതാക്ക ഇഖ്ബാറുനം ഫീലി നഫ്സിഹി സരിയൻ ഓൻ ചെയ്ത പ്രവൃത്തി ഓൻ തന്നെ പറയൻ ബിഖിലാഫി ഹാദാ ഇത് ഇമാമിന്റെ കാര്യമല്ല എടുത്ത് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇവിടെ കേൾക്കൂല അവിടെ വിശ്വസിക്കും കേൾക്കൂല എന്നല്ലേ ആ അങ്ങനെയല്ലേ അടുത്ത് അല്ലേ فلا هذا لا بد ان يكون الامام عدل مقبول روايتي كالمبلغ اذا سرت فلا هذا لا بد ان يكون الامام عدل مقبول روايتي كالمبلغين ويؤتي ان فرا വരാനുണ്ട് ഇവിടെ വരുന്നുണ്ട് 3,379 ഇല്ലേ റമദാൻ മാസപ്പിറവി കണ്ടതായിട്ട് ആരെങ്കിലും കൊള്ളരുതാത്തവർ പറഞ്ഞ് അവർ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നി ഇനി എത്ര 3,379 മാസപ്പിറവിയിൽ അതിന് പറഞ്ഞാലാണ് മാസം ഉറപ്പിക്കൽ ഞാൻ അവിടെ അയച്ചതിനെ ചെയ്തില്ലേ 3,379 വരയ്ക്ക് കിട്ടിയാ അതേ വായിച്ചോ ഏതോ കള്ളം പറഞ്ഞതിന് പോലെ നാളെ നോമ്പാന്ന് ഓന് കള്ളനാണെങ്കിൽ പറഞ്ഞത് നേരാണെന്ന് തോന്നിപ്പോയി അല്ലെ നാളെ പെരുന്നാളാന്ന് എന്നാല് അതെ വതുഖ്ബലു അല്ല വയൽസമുൽ ഫാസിഖ വമൻ ലാ യുഖ്ബലു അൽ അമലു ബിറുയ്യതി നഫ്സിഹി وكذا من يعتقد صدقه في إخباره برؤية نفسه أو ثبوته في مرض متحد مطلعه سواء أول رمضان وآخره هايت പറഞ്ഞേട്ടാ വൈൽസമുൽ ഫാസിഖ തമ്മാടിക്ക് വുജൂബാണ് വമൻ ലാ യുഖ്ബലു അതുപോലെ വാക്കിന് വിലയില്ലാത്തവനോ അല്ല അമലു ബിറുയ്യതി നഫ്സിഹി ഓൻ സ്വയം നോമ്പെടുക്കണ്ടേ നാട്ടുകാർ നല്ല തള്ളി പെരുന്നാൾ കണ്ടോ പെരുന്നാളാക്കണ്ടേ ഇതേപോലെയാണ് ഓൻ കണ്ട് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഉദയം മാറാത്തൊരു നാട്ടിൽ ഇന്ന് റമദാൻ പിറവി കണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ശബ്ബാൻ മാസ പിറവി കണ്ടിരിക്കുന്നു എന്ന് കൊള്ളരുതാത്ത ആള് നമ്മളോട് പറഞ്ഞു ഞാൻ പക്ഷെ നമ്മക്ക് ഓരോ വിശ്വാസമുണ്ട് എന്നാലും അതാണത് എന്ന് പറഞ്ഞത് ഫാസിഖിന്റെ ഖബറ് മുഅ്തമദാക്കാം ഇമ്മഖാഫി ഖൽബിഹി കേൾക്കുന്നവന്റെ മനസ്സിൽ സംഭവിച്ചാൽ സിദ്ഖു പറയുന്നവന്റെ സത്യസന്ധത പറയുന്നോ സത്യവാനല്ല പക്ഷെ ഈ പറഞ്ഞ സത്യം എന്നാലോ കേൾക്കാം വരുമല്ലോ എന്നാൽ പറഞ്ഞില്ലേ എന്താ പറഞ്ഞു يكفي إخبار الصبي فيما طريقه المشاهدة كالغروب മുശാഹദ കൊണ്ട് അനുഭവപ്പെടുന്ന വിഷയങ്ങളിൽ ചെറിയ കുട്ടികൾ പറഞ്ഞാൽ പോലും സ്വീകരിച്ചു കൊള്ളണം എന്ന് പറഞ്ഞില്ലേ അത് അത് ലൈഫാണ് സിഖത്ത് പറഞ്ഞാലേ പറ്റുള്ളൂ ആ മസല അധികരിച്ച ആളെ തൊട്ടാണ് ഓർ കൊണ്ടുവന്നത് അതുകൊണ്ടെന്ന് മുഅ്തമദാവോ ഏത് ഏള പോലത്തെ കുട്ടികൾ പറഞ്ഞാലും സ്വീകരിക്കണം പോലെ ഏത് വിഷയത്തിന് ഫീമാ തരീഖുഹു അൽ മുശാഹദ കൽ ഗുറൂബി കേൾക്കണം വേറെ ഒന്നും അല്ല ഇനി ഏറ്റവും ശക്തില്ല എന്ന് പറഞ്ഞത് ലൈഫല്ലേ കുറെ ആളെ തൊട്ട് ഉദ്ധരിച്ചു നിരവധി ആളെന്താക്കിയിട്ടുണ്ട്
മജ്മൂഇൽ പറഞ്ഞതനുസരിച്ച് ലാ യുസ്തറത്തു ഖൗലു നഹ്വിൽ മുബല്ലി സിഖത്തൻ. ഇത് കാട്ടുകള്ളന് എന്തിനു പറ്റും? അതാൻ പറ്റും. ഒറ്റ പുറപ്പെടുവിക്കലേ നിർബന്ധമുള്ളൂ എന്നല്ലേ പറയും അല്ലേ? വലി നഹ്വിയായ്മ കണ്ണു കാണാത്തവന് ഏറ്റിമാത് ഹറക്കത്തി മംബിജാനിബി. ഓനെങ്ങനെ എന്താക്കല്? ഓന്റെ ഇടത്തും വലത്തെല്ലാം ഉണ്ടാവില്ലേ അവലംബിക്കല്, കയ്യോട് തൊട്ടിട്ടെല്ലാം കൂടെ ഇങ്ങനെ സിഖത്ത. അതെ സിഖത്താണ്ടേ. ഇവന്റെ അടുത്തുള്ള ആള് മണങ്ങുന്ന കാണൂല ഇങ്ങനെ എന്താക്കാം, അതിന് അനുസരിച്ച് ഇവൻ ചെയ്തോളൂ. സിഖത്താന്ന് ഇതിന്റെ സംസാരം കേട്ടിട്ട് ഇനിയൊരു സംഭവം ആര് പറഞ്ഞു? ഉടനെ മുഫാറക്കത്ത് ചെയ്തോളണം. ഇവിടെ ഒന്നും അറിയുന്നില്ല, ഇവിടെ എന്താ നടക്കുന്ന അറിയുന്നുണ്ടാ? ഐ മാലമേർജു ഔദഹു ഓമ്മ വരുമെന്ന് ഉറപ്പുണ്ടായാലൊക്കെ എത്ര എപ്പോ അപുലമായ അത് 2 ഫർള് കഴിയുന്നതിന് മുമ്പായിട്ട്, 2 ഫർളിന്റെ സമയം കഴിയുന്നതിന് മുമ്പായി ഫീലിയായ 2 ഫർള് റുക്കിന് കടക്കുന്നതിന് മുമ്പ് അവൻ പോയിട്ട് വരുന്ന കണ്ടിന് പ്രശ്നമില്ല. അല്ലെ പുതിയ മുബല്ലി കേറി നിൽക്കുന്ന ഉണ്ട് എന്ന് അറിഞ്ഞോങ്കിൽ ഇതേപോലെ തുടരാ. സ്തംഭിച്ചു നിന്നാൽ എന്താ ഇപ്പൊ എന്തെങ്കിലും ഇപ്പം വകുപ്പുണ്ടാക്കണം ഇന്ത്യക്കാലിന്, അല്ലെങ്കിൽ എന്താ ഇപ്പൊ ഷർത്ത് നഷ്ടപ്പെട്ട്. ആടെ ഒറ്റൊന്ന് നോക്കിയാൽ അത് നോക്കി ചെറുവാനി 4-ാം വരി അല്ല ഫസ്ലിൻ തജിബു മുതാബഅത്തുൽ ഇമാമീൻ ഇല്ലേ? 4-ാം വരിയല്ലേ? എത്രാം വരിയാണത്? 8-ാം വരി 8